അവൻ ചെയ്യുന്ന ഡ്യൂട്ടി എന്തായിരിക്കും അറിയാമോ? അവൻ്റെ 1000 രൂപ കിട്ടാനുള്ള ആപ്ലിക്കേഷൻ അയച്ചിട്ട് നിങ്ങളുടെ ഫയൽ നോക്കാൻ പറ്റും. എന്നാൽ കർഷകർക്ക് ഇങ്ങനെ പല ആനുകൂല്യങ്ങളും ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ഒരാൾ പോലും ഒരു ഓഫീസിലേക്ക് ചെല്ലത്തില്ല. നിങ്ങൾ ചെല്ലാത്തത് കാരണം അത് ലാപ്സാകും, അത് ഗവൺമെൻറ്റിലേക്ക് വീണ്ടും ചെല്ലും. അതുകൊണ്ട് ഗവൺമെൻറ്റിന് അതുകൊണ്ടാണ് മാണി സാറ് പ്രഖ്യാപിക്കുന്നത്, വീണ്ടും തോമസ് ഐസക് വരുമ്പോൾ പ്രഖ്യാപിക്കുന്നത്. കാരണം നിങ്ങൾ വാങ്ങിയാൽ എല്ലാ കൊല്ലവും ഇങ്ങനെ പാക്കേജുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾ 10 പൈസ വാങ്ങിയാൽ പിറ്റത്തെ കൊല്ലത്തെ ബജറ്റിലേക്ക് എടുത്തെന്ന് വെക്കും. അവർക്ക് എത്ര സുഖമായി പണിയെടുപ്പോയി. കാരണം കർഷകർ ബോധവാന്മാരല്ല, കർഷകൻ അറിയത്തില്ല ഇങ്ങനെ പലതും ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അറിവുകൾ യഥാസമയം നിങ്ങൾക്ക് തന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം വാങ്ങാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന, വാങ്ങിച്ചു തരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് കിസാൻ സർവീസ് സൊസൈറ്റി. കിസാൻ സർവീസ് സൊസൈറ്റി 10 പൈസ തരത്തില്ല. നിങ്ങളുടെ ഒരു പൈസ ഞങ്ങൾക്കും വേണ്ട, ഞങ്ങളുടെ ഒരു പൈസ നിങ്ങൾക്കും ഇല്ല. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് പദ്ധതികളുള്ളത് അത് കാണിച്ചു തരും. അത് വാങ്ങിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ തന്നെയാണ്. പക്ഷെ അത് എങ്ങനെ വാങ്ങണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. 5 കൊല്ലമായി കിസാൻ സർവീസ് സൊസൈറ്റി ജയ് കിസാൻ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 54 ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള പദ്ധതികൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. കർഷകൻ്റെ ധാരണ ആകെ നമുക്ക് സഹായം കിട്ടുന്നത് കൃഷിഭവൻ മാത്രമാണ്. കൃഷിഭവൻ മാത്രമല്ല പ്രിയപ്പെട്ടവരെ കർഷകരെ സഹായിക്കുക. 54 ഡിപ്പാർട്ട്മെൻറ്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ കൃഷിഭവനിൽ പോയിട്ട് കുറച്ച് വെണ്ടയ്ക്കത്തായി വന്നിട്ടുണ്ട്, കോവത്തായി വന്നിട്ടുണ്ട്, പച്ചക്കറി വിത്തുണ്ട് എന്ന് പറയുമ്പോൾ മെമ്പർ പറയും നിങ്ങൾ ചിലപ്പോൾ പോയി വാങ്ങും. അല്ലെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ 500 രൂപയുടെ വളമുണ്ട്, 1000 രൂപയുടെ വളമുണ്ട്. അല്ലെങ്കിൽ 4 തെങ്ങൻ തൈ വന്നിട്ടുണ്ട്, 5ാമതൊരു തെങ്ങൻ തൈ ചോദിച്ചാൽ കിട്ടത്തില്ല. 4 എണ്ണം ഒരാൾക്കുള്ളൂ. ഒരു റേഷൻ കാർഡിന് 4. ലിമിറ്റഡ് ആയല്ല. നിങ്ങൾക്ക് 1 ഏക്കർ സ്ഥലത്ത് തെങ്ങ് വെക്കണം, പക്ഷേ രക്ഷയില്ല. ഇങ്ങനെ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ചില പദ്ധതികളാണ് കൃഷിക്കാരന് കിട്ടുന്നതെന്നാണ് സാധാരണ കൃഷിക്കാരൻ്റെ ചിന്ത. ഇതിൽ നിന്ന് മാറി നിങ്ങൾക്കിതൊന്നുമല്ല ലഭിക്കുന്നത്. അല്ലെങ്കിൽ മൃഗാശുപത്രിയിൽ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 4 കോഴിക്കുഞ്ഞ്, അത് BPL-കാർക്ക് ഉള്ളൂ, APL-ക്കില്ല. ഇങ്ങനെയൊക്കെ പല ലിമിറ്റഡ് ആയിട്ടുള്ള ചില സംവിധാനങ്ങളാണ് നമുക്ക് കിട്ടുന്ന ആനുകൂല്യം. എന്താണ് നമ്മുടെ ചിന്ത? എന്നാൽ ഈ മൃഗാശുപത്രി വഴിയും കൃഷിഭവൻ വഴിയും ഇതുപോലെ 54 ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് കർഷകർക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് അത് കോൺഗ്രസ് ഭരിക്കപ്പെടും, BJP ഭരിക്കപ്പെടും. നിങ്ങൾ നോക്കിയാൽ കാണാം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എല്ലാ ബജറ്റിലും ഏറ്റവും കൂടുതൽ ഫണ്ട് ആർക്കാണ് മാറ്റിവെക്കുന്നതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളെ കാത്തു സംരക്ഷിക്കുന്ന പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്, ജയ് ജവാന് വേണ്ടിയിട്ടാണ്. സെക്കൻഡ് എപ്പോഴും ബജറ്റിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ജയ് കിസാന് വേണ്ടിയിട്ടാണ്. ഇപ്പം രാജ്യത്തെ സംരക്ഷിക്കുന്ന ജയ് ജവാന് കൊടുക്കുന്നതിന് ഒപ്പം തന്നെ പ്രാധാന്യത്തോടു കൂടി ജയ് കിസാനും ബജറ്റിൽ 2ാം സ്ഥാനത്ത് ഫണ്ട് കൊടുക്കാറുണ്ട്. അതിന് ശേഷമേ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ താഴേക്ക് പോകും. പക്ഷെ നമുക്കെന്ത് കിട്ടും? ഈ വർഷം മാത്രം ബജറ്റ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് വന്നപ്പോൾ നമ്മൾ 2ാം സ്ഥാനത്ത് നിന്ന് മാറി 3ാം സ്ഥാനത്തേക്ക് പോയി. ഇതുവരെ എല്ലാ വർഷവും സെക്കൻഡ് സ്ഥാനത്തായിരുന്നു ജയ് കിസാൻ ഉണ്ടായിരുന്നു. ഈ കൊല്ലം 2ാം സ്ഥാനത്ത് വന്നത് നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്, സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി. സത്യത്തിൽ അതും നമുക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ 2ഉം 3ഉം ഈ പ്രാവശ്യം ജയ് കിസാനാണ്. അപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന ഫണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കേണ്ടത്. എവിടെയാണ് ഈ ഫണ്ട് പോകുന്നത്? ഈ ഫണ്ട് നിങ്ങളുടെ ഗ്രാമങ്ങളിൽ എത്തിക്കണമെങ്കിൽ തദ്ദേശ സ്വയംഭരണത്തെ കൊണ്ട് തന്നെ പറ്റത്തില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ വരുന്ന ഫണ്ട് അത് അങ്ങനെ തന്നെ വരും. അതിന് നമ്മുടെ ആരുടെ ആവശ്യമില്ല. ജനപ്രതിനിധികൾ ബജറ്റിൽ കിട്ടുന്ന ഫണ്ടുകൾ കിട്ടി അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുണ്ട്. എന്നാൽ അതിനപ്പുറം നമുക്കൊരു ഫണ്ടുണ്ട്. അത് നമ്മുടെ ഗ്രാമത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഇവിടെ ഒരു രജിസ്റ്റേർഡ് NGO വേണം, ഒരു സന്നദ്ധ സംഘടന വേണം. രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ആലപ്പുരത്തെ കർഷകർക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് വാഴ കൃഷിക്ക് വേണ്ടി ഒരു 100 രൂപ ബജറ്റിൽ കൊള്ളിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു 100 രൂപ നിങ്ങളുടെ ഗ്രാമത്തിലെ പഞ്ചായത്തിലേക്ക് തരികയാണ്. നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? ആർക്കെങ്കിലും? നിങ്ങൾ എന്നോടൊപ്പം ഇല്ലേ? ഉറങ്ങിപ്പോയോ? ഉച്ച സമയമോ? എത്ര രൂപ കിട്ടാൻ സാധ്യതയുണ്ട്? അദ്ദേഹം അന്ന് പാർലമെൻറ്റിൽ പറഞ്ഞത് 20 രൂപ കിട്ടും.
സെൻട്രൽ ഗവൺമെൻറ് ഒരു 100 രൂപ നമുക്ക് വേണ്ടി ബജറ്റിൽ കൊള്ളിച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് 20 രൂപ. ഇത് പാർലമെന്റിൽ ഒരു പ്രധാനമന്ത്രി പറയുന്നുണ്ടെങ്കിൽ ചുമ്മാ പൊട്ടക്കണക്കൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഇത് ഔദ്യോഗിക രേഖയത്. എവിടെ പോയി 80 രൂപ? അത് ഈ 20 രൂപയുടെ വാഴവിത്ത് നിങ്ങൾക്ക് തരാൻ വേണ്ടി 80 രൂപ ഗവൺമെൻറ് ചിലവാക്കുകയാണ്. അതിനൊരു ഉദ്യോഗസ്ഥനെ വെക്കുന്നു, അതിന് അസിസ്റ്റന്റ് ഉദ്യോഗസ്ഥനെ വെക്കുന്നു, അയാൾക്ക് വണ്ടി കൊടുക്കുന്നു, അതിന് കൃഷിഭവൻ പണിയുന്നു, കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുക്കുന്നു, അവർക്ക് പെൻഷനും കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് 20 രൂപ എത്തിക്കാൻ വേണ്ടി 80 രൂപ ചിലവാക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം നമുക്ക് ഇന്ത്യയിലുണ്ട്. ഇത് വാഴയ്ക്ക് മാത്രമല്ല, എല്ലാ ബജറ്റും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഈ രീതിയിലാണ് നമ്മുടെ ഗവൺമെൻറ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു NGOയുടെ കയ്യിലേക്ക് കൊടുത്താൽ, കിസാൻ സർവീസ് സൊസൈറ്റി പോലുള്ള ഒരു സന്നദ്ധ സംഘടനയിലേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ 20 രൂപയെ ചിലവാകൂ, 80 രൂപ കർഷകരുടെ കയ്യിൽ കിട്ടും. അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ്റും മറ്റെല്ലാ ഇൻ്റർനാഷണൽ പ്രസ്ഥാനങ്ങളും NGOസിനെ സഹായിക്കുന്നത്. കാരണം ഗവൺമെൻറ് സംവിധാനത്തിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തുകയിൽ നിന്ന് മാറ്റം വരുത്തി സന്നദ്ധ സംഘടനയ്ക്ക് ഇതിന് മാത്രം ചിലവൊന്നുമില്ല, അവർക്ക് പെൻഷനൊന്നുമില്ല, അത് സ്വയം പ്രേരിതമായിട്ട് ചെയ്യുന്ന വർക്കാണ്. അവർക്ക് ടൈമില്ല, 10 മണി മുതൽ 5 മണി വരെ എന്നൊരു ടൈമില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും സന്നദ്ധ പ്രവർത്തകരാണ്. നിങ്ങൾക്ക് 24 മണിക്കൂറും സർവീസാണ്, ശമ്പളം തന്നിട്ടല്ല പണിയെടുക്കുന്നത്. ഇതാണ് NGOയുടെ പ്രത്യേകത. എന്താണ് NGO എന്ന് മനസ്സിലായോ? കിസാൻ സർവീസ് സൊസൈറ്റി ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള കുറച്ച് NGOസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയം. നായർ സർവീസ് സൊസൈറ്റി ഒരു NGO, കിസാൻ സർവീസ് സൊസൈറ്റി ഒരു NGO, SNDP ഒരു NGO, മാതാ അമൃതാനന്ദമയി ട്രസ്റ്റുകളെന്നെല്ലാം പറയുന്നത് ഒരു NGO. ചർച്ചുകളുടെയൊക്കെ കീഴിൽ കാണുന്ന സോഷ്യൽ സർവീസ് സൊസൈറ്റികൾ അതെല്ലാം ഒരു NGO. ഊരാണെങ്കിൽ സർവീസ് സൊസൈറ്റി, റോഡ് ടാർ ചെയ്യുന്ന 100 വർഷം പിന്നിട്ട സൊസൈറ്റിയാണ്, അതൊരു NGO. 2020 നിങ്ങൾക്ക് ദൂരോട്ടൊന്നും പോകേണ്ട, നിങ്ങളുടെ നാട്ടിൽ തന്നെ കിടപ്പുണ്ട്, ഒരു NGO. പക്ഷെ ഇപ്പോൾ അവർ രാഷ്ട്രീയ പാർട്ടിയായി മാറി. അതുകൊണ്ടാണ് ഈ അറ്റാക്കുകൾ വരുന്നത്. NGO ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടവരല്ല. രാഷ്ട്രീയത്തിൻ്റെതായ രീതി പോട്ടെ, നമുക്ക് രാഷ്ട്രീയ